ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ മക്കളെ? അൽഹംദുലില്ലാ. അവിടെ തന്നെ ഉണ്ട് കേട്ടോ. വീഡിയോസ് ഒന്നും വരുന്നില്ല അല്ലേ? അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഷോർട്സ് കണ്ടില്ല നിങ്ങള് ലേഹം ഉണ്ടാക്കണേ. അപ്പൊ അതൊന്ന് കൊയ്ച്ചും ആകാതെ ഒരു പരിപാടിക്ക് നിൽക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അറിയില്ല, വീഡിയോ ഒക്കെ എടുത്താൽ എഡിറ്റ് ചെയ്ത് കണ്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒഴിവും കാര്യങ്ങളൊക്കെ വേണം. പിന്നെന്താ, ലേഹം കിട്ടോ, പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. ലേഹം ഇതിനില്ലാന്നായിരിക്കും കൂടുതൽ ആളുകൾക്ക് അറിയണ്ടാവില്ല അല്ലേ? നമ്മളെ പാക്കിങ് ഇങ്ങനെ കേട്ടോ, ഇത്തിരി പെട്ടി ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് വെക്കുക മക്കളെ കേട്ടോ. അടിപൊളിയാവും കേട്ടോ. ഇതുണ്ടോ, ഇത് നെഡ്സ് പൊടിയാണ് കേട്ടോ. നമ്മളെ നെഡ്സ് പൊടിയാണ്. 6 മാസമായ കുട്ടികൾ മുതൽച്ച് കുറുക്കി കൊടുക്കാനും എന്താ ചെറിയ മക്കളുണ്ടാവല്ലോ 10 വയസ്സിനുള്ളിൽ ലേഹം തിന്നാൻ പറ്റുമോ താത്താ ചോദിച്ചതാണ്. കുഞ്ഞുമക്കൾക്ക് 5 വയസ്സിന് താഴെ ഞാൻ കുട്ടികൾക്ക് ലേഹം പറയില്ല കേട്ടോ. നെയ്യൊക്കെ ഉൾപ്പെടുത്തണതല്ലേ, നമുക്കത് അങ്ങനെ വല്ല കുട്ടികളെ നിർബന്ധിക്കാൻ പറ്റൂല. പല കുട്ടികൾക്കും പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപസ്മാരം കാര്യങ്ങളൊക്കെ ഉള്ള മക്കളാണെങ്കിൽ നെയ്യൊക്കെ ഒരുപാട് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുത്തും. അപ്പൊ മഴയാണ് കേട്ടോ പുറത്ത്. നല്ല കുട്ടികൾക്ക് ഞാൻ എപ്പോഴും നെഡ്സ് പൊടിയാണ്, നമ്മളെ നെഡ്സ് പൊടിയാണ് പറയല് കേട്ടോ. നെഡ്സ് പൊടിയിൽ ഇപ്പൊ കുറച്ച് ഓർഡർ ഉണ്ട്. അപ്പൊ നമ്മൾ ഓർഡർ പ്രകാരം ചെയ്യല്. ഇതൊക്കെ ഉണ്ടാക്കി വെക്കണതല്ല, നമ്മളിത് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കണം കേട്ടോ. എന്റെ കുട്ടിക്ക് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കല്. അതുപോലെ നെഡ്സ് പൊടി ഉണ്ടോ താത്താന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കല് കേട്ടോ. അതിന്റെ മുന്നേ ഈ സാധനം ഞാൻ ഉണ്ടാക്കൂല. എന്തായാലും നെഡ്സുകളൊക്കെ നമ്മളെ ലേഹത്തേക്ക് ഉപയോഗിക്കണല്ലേ. അപ്പൊ അതിലൊരു പൗതി ഞാൻ എടുത്തേക്കണാണ് കേട്ടോ കുഞ്ഞുമക്കൾക്ക്. ഇത് 1/2 kg ആണ് കേട്ടോ. നമ്മളെ 1 kg ലേഹിയാണിത്. 1 kg ലേഹത്തിന്റെ കുപ്പിയിലാണ് 1/2 kg നെഡ്സ് പൊടി ഇട്ടോ. അതെന്താ ചോദിച്ചു കഴിഞ്ഞാല് പൊടി കനമില്ലാത്ത സാധനമാണ്, അതുകൊണ്ട് കേട്ടോ. അതേപോലെ നമ്മളെ 1/2 kg ലേഹത്തിന്റെ കുപ്പിയിലാണ് 250 ഗ്രാം നെഡ്സ് പൊടി. 250 ഗ്രാം ഉണ്ട് കേട്ടോ, ഉണ്ടാവും കേട്ടോ. പിന്നെ ഗർഭിണികൾക്കൊക്കെ വിശ്വസിച്ച് നമ്മളെടുത്തുനിന്ന് വാങ്ങാട്ടോ. കുഞ്ഞു മക്കൾക്കായാലും നമ്മൾ യാതൊരു കെമിക്കലും ഉപയോഗിക്കണില്ല. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ ഞാൻ കൊടുക്കലുണ്ട്. ധൈര്യത്തിൽ നിങ്ങൾക്ക് കലക്കി കുടിക്കും ചെയ്യാട്ടോ. നല്ല മഴയാണ് പുറത്ത്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും അതുപോലെ ധാന്യക്കൂട്ടുകളും മിൽക്ക് പൗഡർ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ നെഡ്സ് പൊടി തയ്യാറാക്കണത്. അതുകൊണ്ട് തന്നെ ഇതിക്കൊരു പാലോ മോരോ തൈരോ ഒന്നും ഉപയോഗിക്കണ്ട. കുഞ്ഞുമണിയാക്ക് ബെരകുമ്പോൾ തുള്ളി വെള്ളത്തിൽ കുറുക്കുക, അതൊന്ന് നമ്മൾ കുറുക്കി എടുക്കുക. സർലേക്ക് പോലെ കൊടുക്കുക. ചൂടുവെള്ളം പാർന്നുകാണ്ടല്ല കൊടുക്കുക, കുറുക്കിയിട്ടാണ് കൊടുക്കുക. ധാന്യക്കൂട്ടില്ലോണ്ട് കേട്ടോ കുഞ്ഞുമണികൾക്ക്. അതുകൊണ്ട് മിൽക്ക് പൗഡർ കാര്യങ്ങളൊന്നും ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ എല്ലാം മിക്സഡ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പൊ വാണ്ടിയോര് പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. പിന്നെ നമ്മളെ നെഡ്സ് ലേഹിയാണ് കേട്ടോ. നെഡ്സ് ലേഹം എന്തിനില്ലാന്ന് അധികം ആളുകൾക്ക് അറിയാം. ക്ഷേമോട് ചിരിച്ച ഇമ്മ പറഞ്ഞ തന്നെ പറയണതുകൊണ്ട് നെഡ്സ് ലേഹി എന്തിനാ ഉപയോഗിക്കണം നിങ്ങൾക്ക് അറിയാം. ഇത് തിന്നോൽക്ക് അറിയാം ഇതിന്റെ ഗുണങ്ങള് എന്താണ്. കൈകാല് വേദനയും തരിപ്പും കാര്യമായിട്ട് നമുക്ക് നേരം വെളുത്താല് ക്ഷീണം അല്ലെ, ഒരു നീച്ചാൻ പറ്റാത്ത മടി, അതാണ് വൈറ്റമിൻ ഡി കുറഞ്ഞ ബുദ്ധിമുട്ട് കേട്ടോ. നമുക്ക് എന്തും അലസത, ക്ഷീണം, കയ്യും കാലും ഒരു കുഴച്ചിൽ, ഇതിനൊക്കെ എല്ലാമാണ് കാര്യമായിട്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ ഡീനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു മാറ്റം ഉണ്ടോ. പിന്നെ കാര്യമായിട്ട് നമുക്ക് വെള്ളപ്പൊക്കം, അസ്ഥിയുരുക്കം അത് പറയും. അച്ചാതി അസുഖങ്ങൾ മേത്തുണ്ടായ ഞങ്ങൾക്ക് അറിയാം. തടി നന്നാവൂല, ഇങ്ങനെ ആകെ ഉണങ്ങി ഒട്ടിക്കൊണ്ടുമായിരിക്കും. ക്ഷീണവും അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കെട്ടിച്ചാനായ പെൺകുട്ടികളൊക്കെ കാര്യമായിട്ട് എടുത്തുനിന്ന് വാങ്ങണത് തടി നന്നാവാനും ഗ്ലാമർ കൂടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നോട് ചോദിക്കലുണ്ട് കൂടുതൽ ആളുകളും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ നെഡ്സ് ലേഹം തയ്യാറാക്കുന്നത്. ബ്ലഡ് കൗണ്ട് കൂടാനും തടി വെക്കാനും അതേപോലെ അസ്ഥിയുരുക്കം കാര്യങ്ങൾ കുറയാനും. പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ നന്നായിട്ട് പാലും ഉണ്ടാവും കേട്ടോ. അതിൽ നമ്മൾ ഫുള്ള് ഗ്യാരണ്ടി പറയുന്നത് തടി നന്നാവും പറഞ്ഞാൽ തടി നന്നാവും. പിന്നെ തിന്നാനൊരു ചമർപ്പോ കയ്പോ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും അതുപോലെ നമ്മളെ ഈത്തപ്പഴത്തിൽ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബ്ലഡ് കൗണ്ടൊക്കെ നന്നായിട്ട് കൂടും. അപ്പൊ വണ്ടിയിൽ പെട്ടെന്ന് വിളിച്ചോളി. കുഞ്ഞുമണികൾക്ക് നെഡ്സ് പൊടി കൊടുത്തോണ്ടി 5 വയസ്സിന് താഴെ. 5 വയസ്സിന് മേലെ 10 വയസ്സിനുള്ളിൽ നട്ട്സ് പൊടി ചെറിയ ചൂടുള്ള പാലിൽ കലക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, മക്കൾക്ക് ഇഷ്ടം. നമ്മളെ ഹെയർ ഓയിൽ ഉണ്ട്. ഹെയർ ഓയിൽ മുടി കൊഴിച്ചില്, താരന്, അകാലനര, കാര്യമായിട്ട് ഇത് മൈഗ്രൈൻ്റെ തലവേദനക്കാണ് കൂടുതൽ ആളുകൾ വാങ്ങൽ കേട്ടോ. അതിന്റെ 200ന്റെ ബോട്ടിലും ഉണ്ട്, 500ന്റെ ബോട്ടിലും ഉണ്ട്. ലേഹം 500ന്റെ ബോട്ടിലും ഉണ്ട്, 1 kgന്റെ ബോട്ടിലുമാണ് കേട്ടോ. നട്ട്സ് പൊടി 250 ഗ്രാം 500ന്റെ ബോട്ടിൽ നമ്മളെ ലേഹത്തിന്റെ. അതേപോലെ 1 kgന്റെ കുപ്പിയിൽ 1/2 kg നെഡ്സ് പൊടി കേട്ടോ. വണ്ടിയിൽ വാട്സപ്പിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.